കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. വിവാഹം എപ്പോൾ നടക്കും? എല്ലാവർക്കും അറിയേണ്ടത് ഞങ്ങളുടെ വിവാഹം എപ്പോൾ നടക്കും, ഏത് പ്രായത്തിൽ നടക്കും, എവിടെ നിന്ന് നടക്കും, ഏത് തരത്തിലുള്ള വരനായിരിക്കും, ഏത് തരത്തിലുള്ള വധുവായിരിക്കും, ഇതൊക്കെ എല്ലാവർക്കും ഒരു രസമാണ്. ഒരു ദൈവജ്ഞൻ, ഒരു പ്രശ്നം നോക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരെക്കുറിച്ച് പുച്ഛമാണ്. ജ്യോത്സ്യനെ കുറിച്ചും ദൈവത്തിനെ കുറിച്ചൊക്കെ പുച്ഛമാണ് എല്ലാവർക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ആകാംക്ഷ, ചിലവർ അറിയാനുള്ള ആങ്സൈറ്റി കൊണ്ടാണ്, ഓക്കെ മനസ്സിലാക്കാം. ചിലവരത് അതുകൊണ്ട് ഞാനും ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതായത് 10-200 രൂപ ദക്ഷിണ കൊടുത്താൽ ഇത് പറയുമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ വളരെ ഗൗരവപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ വിവാഹം എന്നല്ല, മറിച്ച് ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിക്കുന്ന സമയം തൊട്ട് അവൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പൈതൃകം തൊട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ആ ജാതകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വിവാഹം എപ്പോൾ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹ പൊരുത്തം പോലെ തന്നെയാണ് വിവാഹം. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് വിവാഹം നടക്കുക എന്ന് പറയുന്നതും. ഇപ്പോൾ രണ്ടുപേരുടെ വിവാഹ പൊരുത്തം നോക്കാൻ വേണ്ടി ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഒരു ആൺകുട്ടിയുടെ വിവാഹ പൊരുത്തം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നോക്കിക്കഴിയുമ്പോൾ പൊരുത്തം ഓക്കെയാണ്. പക്ഷെ പൊരുത്തം ഓക്കെ ആണെങ്കിൽ ഉടനെ അടുത്ത ചോദ്യം, വിവാഹം എപ്പോൾ നടക്കും, ഇത് ഇപ്പോൾ നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉടനെ അതിൻ്റെ ഒരു സമയം, മുഹൂർത്തം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിവാഹം നടക്കുന്നതിൻ്റെ സമയം നമ്മൾ കണ്ടെത്തി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്ത്രീ ജാതകവും പുരുഷ ജാതകവും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വിവാഹം നടക്കുന്നതിൻ്റെ ഏകദേശ സമയം എന്നല്ല, ഏകദേശം ഓൾമോസ്റ്റ് ടൈം അല്ല, മറിച്ച് നിശ്ചിത തീയതി അറിയാൻ പറ്റും. നമുക്ക് ഇന്ന മാസം ഇന്ന ദിവസം എന്നൊക്കെ അറിയാൻ പറ്റും. സൂക്ഷ്മമായിട്ട് നോക്കണം. വളരെ ഓടിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒരു റഫായിട്ട് നോക്കിയാലൊന്നും നമുക്കത് മനസ്സിലാവില്ല. വളരെ സൂക്ഷ്മമായിട്ട് ഒരാളുടെ ജാതകം പരിശോധിച്ചാൽ ഇത് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇത്രാം തീയതി ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ ഇത് നടക്കണം എന്ന് നമുക്കറിയാൻ പറ്റും. അത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വിവാഹത്തിന് കാലതാമസമുള്ള വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ ഇപ്പുറത്ത് വേറെ ഉണ്ടാവാം. എങ്കിലും നിശ്ചിത തീയതിയും മുഹൂർത്തം പോലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഒരു നല്ല ദൈവത്തിന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും എന്നുള്ളത് തർക്കമറ്റ വിഷയം തന്നെയാണ്. അതിനെ പരീക്ഷിക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട. ഇനി പരീക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല, അങ്ങനെ എൻ്റെ വിവാഹം നടന്നില്ലല്ലോ എന്ന് പറയുന്നതിലല്ല അവിടെ അർത്ഥം. നിങ്ങളുടെ വിവാഹം നടക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഇപ്പുറത്തെ ഏതെങ്കിലും പ്രശ്നവശാലോ ജാതകവശാലോ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഹോരാശാസ്ത്രത്തിലും അതുപോലെ തന്നെയുള്ള ജാതക ശാസ്ത്രഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന് കാലതാമസം, വിവാഹ സമയം പ്രവചിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ശ്രമിക്കാൻ പറ്റും. അത് ശ്രമിക്കുന്നത് പറയുന്നതും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പം നടന്നില്ല എങ്കിൽ ഇന്ന സമയത്തേ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു കാരണവും കൂടെ കണ്ടെത്തി അതിന് നമ്മൾ ഒരു റെമഡിയും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിവാഹം നീണ്ടുപോകുന്ന ജാതകങ്ങളിൽ വിവാഹത്തിന് അനുകൂലമായ ഗ്രഹസ്ഥിതി വരുന്ന സമയം കണ്ടുപിടിച്ച് ഗ്രഹകോപത്തിന്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വ്യാഴം ശുക്രനെയൊക്കെ കോപിച്ചിരിക്കുകയാണ്, ഇതാണെങ്കിൽ ആ സമയത്ത് വിവാഹം നടക്കും. അപ്പം അതിനുള്ള പരിഹാരവും അനുകൂല ഗ്രഹങ്ങൾക്ക് പുഷ്ടികർമ്മങ്ങളും ചെയ്താലായിട്ട് നമുക്ക് തീർച്ചയായിട്ടും വിവാഹം ആ പറയുന്ന സമയത്ത് തന്നെ നടക്കും. 7ാം ഭാവാധിപന്റെ ദശയിൽ വിവാഹം നടക്കും. ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ട് നിൽക്കുന്നത് വ്യാഴമാണെന്ന് വിചാരിക്കുക. വ്യാഴത്തിന് മൗഢ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്ത് അതിന് വേണ്ട സമയത്തിൽ അതിനെ പുഷ്ടിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദശാകാലത്ത് വിവാഹം നടക്കും, അല്ലെങ്കിൽ ആ ദശാകാലം തുടങ്ങുന്നതിന് മുമ്പ് വിവാഹം നടക്കും. അപ്പോൾ 7ാം ഭാവത്ത് നിൽക്കുന്ന ദശ ഏതാണ് ആ സമയത്ത് വിവാഹം നടക്കും. ചന്ദ്രാലോ ശുക്രാലോ 7ാം ഭാവാധിപന്റെ ദശാപഹാരങ്ങളിലും വിവാഹം നടക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദശയാണെന്ന് വിചാരിക്കുക, അതിൽ 7ാം ഭാവാധിപതിയായിട്ട് നിൽക്കുന്നത് ശുക്രനാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ശുക്രന്റെ അപഹാരകാലമാണ്, തീർച്ചയായിട്ടും ശുക്രന്റെ അപഹാരകാലത്തിൽ വിവാഹം നടക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമല്ല എങ്കിൽ, പ്ലാനറ്റ്സ് അനുകൂലമല്ലെങ്കിൽ നമ്മൾ അവർക്ക് തീർച്ചയായിട്ടും പോഷിപ്പിക്കാനുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവും. അല്ലെങ്കിൽ ചിലപ്പോൾ വിവാഹം പറഞ്ഞ സമയത്ത് നടക്കാതെ നീണ്ടുപോകും. അപ്പോൾ വിവാഹം എപ്പോൾ നടക്കും? ഇനി അടുത്ത ചോദ്യം, വരൻ എങ്ങനെയാണ്, എവിടെ നിന്നുള്ളതായിരിക്കും, സുന്ദരനായിരിക്കോ സുന്ദരിയായിരിക്കോ, സുന്ദരനാണോ സുന്ദരിയാണോ എന്നൊക്കെ നമുക്ക് 7ാം ഭാവം നോക്കി അറിയാൻ പറ്റും. 7ാം ഭാവത്തിലുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് അറിയാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചിക്കിച്ചകഞ്ഞ് ചോദിക്കാനായിട്ട് 100 രൂപ ദക്ഷിണയും കൊടുത്തിട്ട് ഒരു ജ്യോത്സ്യനെ വിളിച്ചിരുത്തുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു ജാതകവശാൽ പ്രശ്നവശാൽ നല്ലൊരു ദൈവത്തിന് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്.